ഹലോ, നമുക്കെന്നൊരു എരുന്ത് ഫ്രൈ ആക്കിയാലോ? എരുന്ത് കിട്ടിയിരുന്നു കുറച്ച്. അപ്പോൾ അതൊരു 3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി വേവിച്ച് തോട് കളഞ്ഞ് നന്നാക്കിയതിൽ ബാക്കിയുള്ള വെള്ളവും മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ മുറിച്ച് വെച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി പച്ചമുളകും ഇട്ടൊന്ന് മൂപ്പിച്ചേരെ വല്യുള്ളി ഇട്ടു കേട്ടോ. 2 വല്യുള്ളിയാണ് എടുത്തത്. അതും നല്ലോണം വഴറ്റി, കുറച്ച് ഉപ്പിട്ട് നല്ലോണം വഴറ്റി. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലോണം വഴറ്റി. ഉള്ളി ഒന്ന് നല്ലോണം വഴറ്റി കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കേട്ടോ. തക്കാളി ഇട്ട് കുറച്ചും കൂടി ഒരു ഉപ്പ് ഇട്ടിട്ടാണ് പിന്നെ നല്ലോണം വഴറ്റിയത്. അങ്ങനെ ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞ് ഉള്ളി ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ പൊടികളിട്ട്, മുളക് പൊടി ഇട്ട്, മല്ലിപ്പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ട്. മല്ലിപ്പൊടി വീട്ടിലുണ്ടാക്കിയ പൊടിയാണ് കേട്ടോ. അത് മല്ലി മാത്രമല്ല, അതിൽ അമ്മ കറാമ്പട്ട എന്തൊക്കെയോ കൂട്ടിയിട്ടാണ് പൊടിക്കുന്നത്. ഗരം മസാല മോഡൽ. അത് നല്ലോണം വെള്ളം തൊടാതെ നല്ലോണം അതിനൊരു പച്ചമണം മാറാൻ വേണ്ടി നല്ലോണം വഴറ്റി വെച്ച് പിന്നെ എരുന്തിൻ്റെ കുറച്ച് വെള്ളം എടുത്ത് എരുന്ത് നല്ലോണം കഴുകിയിട്ട് ആ എരുന്ത് അതിലേക്ക് ഇട്ടു കേട്ടോ. എരുന്ത് നല്ലോണം ഇട്ട് എരുന്തൊന്ന് നല്ലോണം ഇളക്കി കൂട്ടി അതിലേക്ക് നമ്മളെ തേങ്ങാക്കൊത്ത് ഇതില്ലേ, വറക്കാത്ത തേങ്ങാക്കൊത്തും ഇട്ട് നല്ലോണം ഇളക്കി അതൊന്ന് സെറ്റായാൽ ആ എരുന്തിൻ്റെ കുറച്ച് വെള്ളം മാറ്റി വെച്ചിരുന്നു ഞാൻ വേവിച്ച ആ വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി കൂട്ടിയിട്ട് വേവിച്ചു കേട്ടോ. കുറച്ച് നേരം നല്ലോണം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം മല്ലിയില ഇട്ട്, കറിവേപ്പില നമ്മൾ ഓൾറെഡി ഇട്ടതുകൊണ്ട് മല്ലിയില ഇട്ട് കുരുമുളക് പൊടി ഇട്ട് ഇറക്കി വെച്ച്. അപ്പോൾ അതാ ഒരു പ്ലേറ്റ് വരുന്ന, കുരുമുളക് പൊടി ഇട്ടേ കേട്ടോ പ്ലേറ്റ് വന്നത്. പ്ലേറ്റും പൊറോട്ട വരുന്ന. എനിക്കിന്ന് പൊറോട്ടയ്ക്ക് ഇത് മതിയെന്നും പറഞ്ഞ് കുഞ്ഞ് വന്ന്. അപ്പം പിന്നെ ഒക്കെ അത് എടുത്ത് കൊടുത്ത് ഞാൻ ബാക്കി കറിയൊക്കെ പാത്രത്തിലാക്കിയാലും കുറച്ചും കൂടി വേണം. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ആ ചട്ടി അങ്ങ് വടിച്ചാൾ. അപ്പോൾ ബായ്.